ശരത് സർ, ഷാനിക്ക, ഹരിചേട്ടാ, Yes. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണതിന് മുന്നേ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊക്കെ ലൈഫിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ അന്നത്തെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഡെസ്പോ, പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുക, അതോർത്ത് ടെൻഷൻ അടിക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളുടെയൊക്കെ ലൈഫിൽ നമുക്ക് നടക്കുന്നുണ്ട്. പക്ഷേ തന്റെ കുറവുകളെ സംഗീതം കൊണ്ട് ഇല്ലാതാക്കിയ ഒരു പ്രതിഭയാണ് ഇന്ന് നമ്മളുടെ ഈ ഒരു വേദിയിൽ വരുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും നമ്മളുടെ ആൾക്ക് ഈ 2024 സർവശ്രേഷ്ഠ ദിവ്യാംഗജൻ പുരസ്കാരം വരെ നമ്മുടെ രാഷ്ട്രപതിയിൽ നിന്ന് നമ്മുടെ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ആളുടെ പേര് അനന്യാണ്. ഓക്കെ, അപ്പൊ അനന്യ മോള് വന്നിട്ടുണ്ട്. ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ഒരു വീഡിയോ നമുക്ക് ഇവിടെ കാണാം അനന്യമോളുടെ. ഓക്കെ. केरल ऑटिज्म स्पेक्ट्रम डिसऑर्डर से ग्रसित आपने संगीत में उल्लेखनीय उपलब्धियां प्राप्त की. 2022 में उज्ज्वला बाल्यम पुरस्कार भी आपने प्राप्त किया. सुश्री अनन्या विजेश, तिरुवनंतपुरम, केरल. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ അന്യമോളെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. അയ്യോടാ, മമ്മിയോട് പോന്ന പറയണേ അനന്യ മോള്. സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ മോക്ക് പാട്ട് പാടണമെങ്കിൽ നമ്മളെ നിൽക്കാൻ പാടില്ല, അവൾക്ക് തനിയെ പാടണം. പണ്ടൊക്കെ ആണെങ്കിലും മോളുടെ കൈ മൈക്ക് പിടിച്ച് കൊടുക്കണമായിരുന്നു, മൈക്ക് ഡിസിപ്ലിനിലായിരുന്നു, പാടും മാറ്റും മൈക്ക് ഇങ്ങനെ. അപ്പോ ഇപ്പഴാണെങ്കിൽ അവള് ഏബിളായി, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നുള്ള രീതിയിലാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. അപ്പൊ അവൾക്ക് മമ്മി നിൽക്കാൻ പാടില്ല, ആരും നിൽക്കാൻ പാടില്ല അവളുടെ കൂടെ. നമുക്ക് അനന്യയുടെ അമ്മയടുത്ത് ചോദിക്കാം അനന്യയെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ. ഇപ്പൊ നമ്മളിപ്പോ വീഡിയോയിൽ കണ്ടു, ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു മൊമെന്റ് ഒന്ന് നമ്മളോട് ഷെയർ ചെയ്യാമോ? അത് ശരിക്കും അവിടെ പോയി നിൽക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. രാഷ്ട്രപതിയുടെ മുന്നിൽ മോൾ അവാർഡ് വാങ്ങുന്ന ആ ഒരു നിമിഷം ഞങ്ങൾക്കൊരു വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. രണ്ട് വാക്കുപോലും ഒന്നിച്ചു ചേർത്ത് പറയാൻ കഴിയാത്ത ഒരാള് പാട്ട് പാടുക എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ് ഞങ്ങൾക്ക്. അവള് സംസാരിക്കില്ല, പക്ഷെ അടിപൊളിയായിട്ട് പാട്ട് പാടും. അതെ, ഓക്കെ. എന്താ പറഞ്ഞ ഉമ്മ തന്നതാ. പാട്ട് കേക്കാം നമുക്ക്. അന്ന് അനന്യ മോളുടെ പാട്ട് പാടാൻ റെഡി ആയിട്ട് നിക്കാ. അനന്യ പാട്ട് പഠിക്കുന്ന രീതികള് അതൊക്കെ എങ്ങനെയാ? അവളെങ്ങനെയാ പാട്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നൊക്കെ? എല്ലാം ഇഷ്ടപ്പെട്ട പാട്ടുകൾ എവിടെന്നെങ്കിലും കേട്ട പാട്ടുകളായിരിക്കും. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ ടൈപ്പ് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് പുള്ളിക്കാരി പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ലിറിക്സിൽ എന്തെങ്കിലും തെറ്റ് വരുവാണെങ്കിൽ ഞാൻ എഴുതി കൊടുക്കും ഇംഗ്ലീഷിൽ. അപ്പൊ അത് വായിച്ചിട്ട് മനസ്സിലാക്കി പഠിക്കും. അടിപൊളി. യെസ്. ഷാനിക്ക, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഷോയില് അനന്യമോള് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പാടിയ പാട്ടാണ് അയച്ചു കൊടുത്തത്. ഓ ആണോ? വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ കൂടെ. ദേവാങ്കണങ്ങൾ എന്ന് പറഞ്ഞ പാട്ടാണ് ആളന്ന് അവിടെ പാടിയത്. ആ വീഡിയോ ആണ് അയച്ചു കൊടുത്തത്. വെരി നൈസ്, വെരി നൈസ്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഇന്ന് പാടുന്നത് കരയാതെ കണ്ണുറങ്ങ. സാഗര സാക്ഷി. ഓക്കെ. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്, മാരോട് ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ്, കൈവളരാൻ നേരം പദമായിരം വേണം, മെയ് വളരാൻ നേരം കണ്ണായിരം വേണം, വാലിട്ടു കണ്ണെഴുതി കിളിപ്പാട്ടു കുഞ്ചേണം.
ആതിര കുഞ്ഞുറങ്ങ്. ആകാശമേടയിൽ നീ മാൻപേടയായുയർന്നാൽ തിങ്കൾ കൊതുമ്പുമായി വരും. ആകാശമേടയിൽ നീ മാൻപേടയായുയർന്നാൽ തിങ്കൾ കൊതുമ്പുമായി വരും. വിദൂരമേഘമായി ഞാൻ നിന്നിഴലായി ഞാൻ മായും. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. മാരോട് ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ്. കൈവളരാൻ നേരം പദമായിരം വേണം. മെയ് വളരാൻ നേരം കണ്ണായിരം വേണം. വാലിട്ടു കണ്ണെഴുതി കിളിപ്പാട്ടു കുഞ്ചേണം. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. സൂപ്പർ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സൂപ്പർ. കുഞ്ഞുറങ്ങ്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തത് 2 വാക്ക് പോലും പറയാത്ത അനന്യ മോൾ ഇത്രയും വലിയൊരു പാട്ട് എന്ത് രസായിട്ടാ പാടിയേ. ഗുഡ് Beautiful, beautiful. ബ്യൂട്ടിഫുൾ. ശരത് സാർ, എനിക്ക് എന്ത് പറയാൻ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അസാധ്യമായിട്ട് പാടി മോളെ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു. താങ്ക് യു. താങ്ക് യു. കുറേ സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലും കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞതിലും കുറേ സന്തോഷം. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. ഈശ്വരൻ എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ, മോടെ കൂടെ ഉണ്ടാവട്ടെ. സൂപ്പറായിട്ട് പാടി മോളെ, അടിപൊളിയായിരുന്നു. കരയാതെ കണ്ണുറങ്ങ്. ഷാനിക്ക, ശരിക്കും ഒരു അൺബിലീവബിൾ സത്യം. കാഴ്ചയാണ് കണ്ടതും കേട്ടതും ഒക്കെ. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോളെ നന്നായിട്ട് പാടി കേട്ടോ മോളെ. യു ആർ എ വെരി ബ്ലെസ്ഡ് ചൈൽഡ്. എന്നും ദൈവത്തിന്റെ കൈ മോളുടെ തലയുടെ മേലെ ഉണ്ടാവട്ടെ. എന്നും സന്തോഷം ഉണ്ടാവട്ടെ. താങ്ക് യു. സാറേ, സർവശ്രേഷ്ഠ ദിവ്യാംഗജൻ അവാർഡ് കിട്ടുന്ന യങ്ങസ്റ്റ് പേഴ്സൺ ആണ് മോൾ ഇന്ത്യയിൽ. നമ്മള് ഇന്ത്യയിൽ പ്രൗഡ് ആവേണ്ട ഒരു വെരി പ്രൗഡ് ഓഫ് യു. വെരി പ്രൗഡ്. ഇപ്രാവശ്യം കേരളത്തിൽ നിന്ന് മോൾക്ക് മാത്രമാണ് അവാർഡ് കിട്ടിയത്. ടോട്ടൽ 7 പേർക്കാണ് ഈ അവാർഡ് കിട്ടിയത് ഇന്ത്യയിൽ മുഴുവൻ. അതിൽ ഒരാള് മോളാണ്. യങ്ങസ്റ്റ് പേഴ്സൺ ആണ്. സൂപ്പർ. എങ്ങനെയാ അനന്യ അവളുടെ ആവശ്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? അത് ഒരു വേർഡിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു വാക്കിൽ ഞങ്ങളോട് പറയും. ചിലപ്പോൾ ഐസ്ക്രീം, നൂഡിൽസ് ഇതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഞങ്ങളോട് ഒരു വാക്കിൽ വന്ന് പറയും. ഐസ്ക്രീം, നൂഡിൽസ്, ചോക്ലേറ്റ് അങ്ങനെ പറയും. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പിന്നെ പുള്ളിക്കാരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പ്രകടിപ്പിക്കുന്നത് സംഗീതത്തിലൂടെയാണ്. ആള് അത്ര നല്ല സാഡ് മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേൾക്കുന്ന പാട്ട് തന്നെ ഒരു സങ്കടത്തിന്റെ പാട്ടായിരിക്കും കേൾക്കുന്നത്. അത് തന്നെ കേട്ടോണ്ടേയിരിക്കും. പിന്നീട് സന്തോഷമൊക്കെ ആണെങ്കിൽ അതുപോലൊരു പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിയും ഒക്കെ ആയിരിക്കും പുള്ളിക്കാരി. ഞങ്ങൾക്ക് മനസ്സിലാവും, അവളെ വെച്ചിരിക്കുന്ന പാട്ടിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവും മൂഡ് ശരിയല്ല. അങ്ങനെയാണ്. ഓക്കെ, എനിവേസ് താങ്ക് യു സോ മച്ച് ഇവിടെ വരെ വന്ന് ഞങ്ങൾക്കൊരു പാട്ട് പാടി തന്നതിന്. താങ്ക് യു അനന്യ.
താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അമൃത ടിവിക്ക് പ്രത്യേക നന്ദിയുണ്ട്. ഇത് 3ാമത്തെ സ്റ്റേജാണ് മോൾക്ക് തരുന്നത്. ആ റെഡ് കാർപ്പറ്റ്, അതുപോലെ കോമഡി മാസ്റ്റർ. ഇതാണ് കാർപ്പറ്റിലുള്ള ആ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടിരുന്നു. അതെ അതെ, ഒരുപാട് നന്ദിയുണ്ട് സാർ. സാറിനെ പോലുള്ള, ശരത് സാറിനെ പോലുള്ളവരെ കാണാൻ കഴിഞ്ഞതിന് ഞങ്ങളുടെ ഭാഗ്യമാണ്. മോളിലൂടെയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം സാധ്യമാകുന്നത് കേട്ടോ. കാരണം ഞങ്ങളുടെ കഴിവൊന്നുമല്ല, ഞങ്ങളെ ആരും അന്വേഷിക്കില്ല. അനന്യയുടെ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പം 4 പേര് അറിയും സാറേ. ആ ഒരു ഇങ്ങനൊരു അത് മതിയല്ലോ. മോളാണ് ഞങ്ങളെ ഒരുപാട് പ്രൗഡാണ് അതിനെ കുറിച്ച് ഓർക്കുമ്പോ ഈ മൊമെന്റ്. അല്ല, മോളുള്ളതുകൊണ്ടല്ലേ ഇപ്പം നമുക്ക് കാണാൻ പറ്റിയത്. അതെ. അതാണ് ഞങ്ങളുടെ ഭാഗ്യം. താങ്ക് യു സാർ. ഓക്കെ, Thank you. ബൈ. ബൈ. ബൈ മക്കളെ, ബൈ ബൈ ബൈ.